ബീച്ച് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീലാണ്. അത് ഈ ഒരു ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാ രസമാണെന്ന് നോക്കി. നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നൊരു സ്ഥലമാണിത്. നമുക്ക് സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് സന്തോഷം കൊണ്ട് തിരിച്ചു പോകാൻ പറ്റും. ഈ ഒരു ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളി ഫീലല്ലേ. ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു കാറ്റ് ആസ്വദിച്ച് കുറേ നേരം ഈ ഒരു വ്യൂവും കണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് എന്ത് റിലാക്സ് ആവുമെന്ന് അറിയും. ഇതൊക്കെയാണ് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇങ്ങനെ ബീച്ചിലൊക്കെ വന്ന് ഇടയ്ക്കൊന്ന് ഇരുന്ന് നോക്കുക. ഒന്നെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് വരാം, അതല്ല ഇനി ഒറ്റയ്ക്കാണോ ഇതാ എന്നെ പോലെ വന്നാൽ കൂടെ ഇറങ്ങണം, ഇതാ ഇങ്ങോട്ട് നിൽക്കണം, അത്രേ ഉള്ളൂ. അവിടെ കളിച്ചോണ്ടിരുന്ന പിള്ളേരാണ്. വന്നിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ വെച്ചു ചെറിയ താങ്ക് യു. അങ്ങനെ ഒരു ഫോളോവർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഫോളോവർ. ഞാൻ മോനെ ഇതൊക്കെയാണ് യൂട്യൂബിൽ ടീം ഓടിക്കുന്നത്. അത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് അത് തുടങ്ങിയിട്ടുണ്ട്. വീഡിയോസ് കണ്ടു പൊടിയാണ്. നിങ്ങളുടെ പേര് പറയാമോ? ഒന്നേന്ന് തുടങ്ങിയാൽ മതി. ജെഫിൻ, അടുത്ത ആള് കിരൺ, അടുത്ത ബാക്കില് ശ്രീനന്ദു, രണ്ട് നന്ദു ഉണ്ടല്ലോ. ഒരു ഗിരി, ലിബിൻ, പ്രണവ്, ശ്രീഹരി. കഴിഞ്ഞില്ലേ? ഞാൻ ചെറി. ഓക്കെ ബൈ. കളി കഴിഞ്ഞാ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കണം. പിള്ളേര് കൊള്ളാട്ടോ, അടിപൊളി. ഇവിടെ ഒരാളെ എന്നെ കണ്ടിട്ട് ഭയങ്കര കൊര. എന്നാ പിന്നെ കൊരക്കെട്ടെന്ന് വെച്ചു. എടാ ഞാനൊരു മൃഗസ്നേഹിയാടാ കുട്ട. കുരുപ്പേ ആള് സന്ധ്യാ നമസ്കാരം ചെയ്യാണ് കിടന്നു പാവം. ചേട്ടാ എല്ലാരും മണ്ണി കളിക്കും. ഇതൊക്കെ കാണുമ്പോഴാ പഴയ കാലമൊക്കെ ഓർമ്മ വരുന്നത്. അവരോട് പകുതിയും മണ്ണിനടിയിലാണ്. അവർ കളിക്കട്ടെ, നമുക്ക് പോവാം. സൺസെറ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. കാര്യം എന്താന്ന് വെച്ചാല് ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, നല്ല മഴക്കോളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സൺസെറ്റ് സ്വാഹ. സൺസെറ്റിന് വേണ്ടിയിട്ട് ഇനി അടുത്ത ദിവസം വരേണ്ടി വരും. രണ്ടാമത്തെ തവണയാണ് വരണത്. ഇനിയും വരും. നല്ല വരും. അപ്പം ഇന്നെടുത്ത വീഡിയോസിൽ സൺസെറ്റ് ഒന്നുമില്ല, പക്ഷെ കുറച്ച് അടിപൊളി വൈബ് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. കാലേ ഒന്ന് തൊട്ടിട്ട് പോണമേ. ഇപ്പൊ ശരിയായി കൊടുക്കാം. വേണ്ടിയിരുന്നില്ല. സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷെ അടിച്ചു അവിടെ വരെ കയറുന്നു നനഞ്ഞ്. പതിയെ ചെറിയ അടിക്ക്. കുറെ നല്ല വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കൊച്ചു കുട്ടികളെ പരിചയപ്പെട്ടു. അവരുടെ കൊച്ചു കളികൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. കുറെ നേരം സ്പെൻഡ് ചെയ്തു. എന്തായാലും ഈ ഒരു അവസ്ഥയിലാണ്. കണ്ടില്ലേ, സൂര്യൻ ചേട്ടൻ എങ്ങോട്ട് പോയിന്ന് പോലും ഒരു പിടിയും കിട്ടണില്ല. നല്ല മഴക്കോളുണ്ട്, അതുകൊണ്ടാണ് കാണാൻ പറ്റാഞ്ഞത്. എന്തായാലും ഇനിയൊരു വരവ് കൂടി വരേണ്ടി വരും. വന്നിട്ട് നമ്മൾ സൺസെറ്റ് കാണും. അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞ കടലിൽ കണ്ടിട്ട് കുളിക്കാൻ തോന്നണമെന്ന് പറഞ്ഞതുള്ളൂ. എപ്പോഴും വരെ അടിച്ച് വെള്ളം കയറ്റിയെന്നറിയോ? കാണിക്കാൻ പാടില്ല. എന്തുവാണേ, ഒന്ന് കുളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അങ്ങ് കുളിപ്പിക്കാൻ വരികയാണല്ലേ. വരുന്നുണ്ടളിയാ, ഒരു പടയിളകി വരുന്നുണ്ടളിയാ. നിക്കറെല്ലാം നനഞ്ഞ്. എന്നാലേ
ഈ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാക്കാണല്ലോ എവിടെ വരെ വെള്ളം അടിച്ച് കയറി എന്നുള്ളത്. ആളുപുലിയാണ് കേട്ടോ. അതെ, ഇവിടെ വരെ ഒന്നും വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് നോക്കി, ഇവിടെ വരെ വെള്ളം അടിച്ച് കയറി. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് അവിടെ നിന്ന് ഇങ്ങനെ മോട്ടർ കണക്കിന് അടിച്ചു വിടുന്നത്. എന്തുപാടെ വേണ്ട, ശരിക്കും വലിഞ്ഞ് ഈ ഒരു 1.5 വരവ് വരും. നോക്കട്ടെ. അയ്യോ, ഇങ്ങനെയല്ല, 1.5 വരവ് വരണം. ആ, ഇങ്ങനെ ഇങ്ങനെ കുളിച്ചാലോ? വേണ്ട, മുമ്പേ കുളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അടിച്ച് അണ്ണാക്കി വരെ കയറിയത്. പോവാ, അടുത്ത ദിവസം വരാം. നിങ്ങൾ ഇന്ന് സൺസെറ്റ് കാണിച്ചില്ലല്ലോ, പിന്നെ അടുത്ത ദിവസം കാണാൻ വേണ്ടിയിട്ട് വരാം കേട്ടാ. അടുത്ത ദിവസം വരുമ്പോഴും ഈ പണി കാണിക്കണേ കേട്ടോ. പിണക്കോ എന്നെ ഇങ്ങനെ നനയിപ്പിച്ചോണ്ടിരിക്കുക. നേരത്തെ ഇവിടെ വെള്ളം അടിച്ച് കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു നടക്കാൻ. ഇപ്പൊ ഇവിടെ വരെ വെള്ളം കയറുന്നുണ്ട്. എന്താല്ലേ, ഞാൻ പോകുന്നേ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ എവിടെ നിൽക്കാം. ഇന്നത്തെ വീഡിയോ ഈ കടൽ തീരത്ത് അവസാനിക്കുകയാണ്. കറുത്തമയെ തേടി പരികൂട്ടി ഇനിയും നടക്കുകയാണ്. ചെമ്മീൻ ഇറങ്ങിയിട്ട് 50 വർഷമായില്ല പട്ടി. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടീം ഓർഡിനറി, ജെറി ടോം.